നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുജറാത്തിലും ഉത്തരാഖണ്ഡിലും ബി.ജെ.പിക്ക് നേരിയ മുൻതൂക്കം മാത്രമേ ഉള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ സർവേ ഫലങ്ങളിലെല്ലാം പുറത്തു കാണുന്നത്. അതായത് ഗോദി മീഡിയകൾ എന്ന് പറയുന്ന റിപ്പബ്ലിക് ചാനൽ ഉൾപ്പെടെ പല ഗോദി മീഡിയകളും മുൻനിര മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയിലെ സോ കോൾഡ് ടോക്സിക് ചാനലുകൾ, അങ്ങനെ തന്നെ പറയണം, അവരെല്ലാം ബി.ജെ.പിക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് സീറ്റ്സ് യു.പിയിൽ 220 ആണ്. നോക്കൂ, അവർക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ബി.ജെ.പിക്ക് ഭരണം പിടിക്കുക എന്നതുപോലും തങ്ങൾ ഭഗീരഥ പ്രയത്നം നടത്തി വ്യാജ നുണകൾ ചമച്ച് പല സത്യസന്ധമായ വാർത്തകളും കൊടുക്കേണ്ട വാർത്തകളെല്ലാം മുക്കി മെയിൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഒരു പുകമറ സൃഷ്ടിച്ച് ഒരു ജഗപുക ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രമേ ഉത്തരാഖണ്ഡിലും യു.പിയിൽ യോഗിക്ക് വീണ്ടും ഒരു അവസരം, ഉത്തരാഖണ്ഡിൽ പുഷ്കർ സിംഗ് ധാമിക്ക് വീണ്ടും ഒരു അവസരം ലഭിക്കുകയുള്ളൂ. പക്ഷെ വാസ്തവം എന്താണ്? ഉത്തർപ്രദേശിൽ ഒരു വലിയ ജൻസി മൂവ്മെന്റ് നടക്കുന്നുണ്ട്. വലിയ തരത്തിൽ ഒരു പ്രതിഷേധ സ്വരം എല്ലാ മണ്ഡലങ്ങളിലും പ്രകടമാകുന്നുണ്ട്. 403 മണ്ഡലങ്ങളിൽ ഏകദേശം 4/3 അസംബ്ലി മണ്ഡലങ്ങളിലും 320 കുറയാത്ത അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ തരത്തിലുള്ള ഒരു മാസ് അജിറ്റേഷൻ നടക്കുന്നുണ്ട്. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം എന്നുള്ളതല്ല ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഒരു ആൻറ്റി ബി.ജെ.പി മൂവ്മെൻറ്റ്. ബി.ജെ.പിയെ ആർക്കാണ് തോൽപ്പിക്കാൻ കെൽപ്പുള്ളത്? ബി.ജെ.പിയെ തളയ്ക്കാൻ ഏത് പാർട്ടിക്കാണ് സാഹചര്യം അനുകൂലമായുള്ളത്? നമ്മളിത് ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കണ്ടതാണ്. എങ്ങനെയാണ് അവിടെ പ്രശാന്ത് കിഷോർ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ജയിച്ച് കാണിച്ചത് എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ പാർട്ടി കരുത്തനായതുകൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഭയങ്കര കരുത്തുള്ളത് കൊണ്ടോ ഒന്നുമല്ല. അത് യു.പിയിലും സിംപ്ലി ആപ്ലിക്കബിളാണ്. ബി.ജെ.പിക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഇതിലും മികച്ചൊരു അവസരമില്ല എന്ന് ഹിന്ദി ഹൃദയഭൂമിയിലെ ആളുകൾക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അവരെ മുഴുവൻ കബളിപ്പിക്കുകയായിരുന്നു. രാമഭക്തിയുടെ പേരും പറഞ്ഞ് തങ്ങളെ ചൂഷണം ചെയ്യുകയായിരുന്നു. വെള്ളി ടൺ കണക്കിന് അടിച്ചു മാറ്റുന്ന ഒരു വലിയ കുംഭകോണം നടന്നിട്ട്, തങ്ങളുടെ കണ്ണിന് താഴെ ഒരു വലിയ കാട്ടുകൊള്ള നടന്നിട്ട് ഒന്നും മിണ്ടാനാകാത്ത, ഉരിയാടാനാകാത്ത അവസ്ഥ. അതിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ അവരുടെയൊക്കെ കുടുംബവും ഉത്തരവാദികളാണോ എന്ന് വിശ്വസിക്കുകയാണ് ആ പാവം ഭക്തർ മുഴുവൻ. ജനലക്ഷങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി അധികാരത്തിൻ്റെ എല്ലാ സുഖലോലിമയിലും ഇരിക്കുന്ന യോഗിക്കും മോദിക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും മികച്ച ഒരു ന്യൂ ഇയർ ബമ്പറായിരിക്കും യു.പിയിലെ തോൽവി എന്ന് ഇപ്പോഴേ എഴുതി വയ്ക്കാം.